അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം മുതൽ 13 ശ്ലോകങ്ങളെ, 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് ജഗജ്ജനനിയായ ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അഥാ പഞ്ചമസ്കന്ധ ദ്വിതീയോധ്യായം. രാജോവാച യോഗേശ്വര്യാ പ്രഭാവോയം കഥിതശ്ചാതിവിസ്തരാൽ ബ്രൂഹി തച്ചരിതം സ്വാമിൻ ശ്രോതും കൗതൂഹലം മമ. മഹാദേവീ പ്രഭാവം വൈ ശ്രോതും കോ നാഭിവാഞ്ഛതി. യോ ജാനാതി ജഗൽ സർവം തദുത്പന്നം ചരാചരം. വ്യാസ ഉവാച ശൃണുരാജൻ പ്രവക്ഷ്യാമി വിസ്തരേണ മഹാമതേ. ശ്രദ്ധാനായ ശാന്തായ ന ബ്രൂയാൽ സതു മന്ദധീ. പുരാ യുദ്ധമഭൂത് ഘോരം ദേവദാനവസേനയോ. പൃഥിവ്യാം പൃഥിവീപാല മഹിഷാഖ്യേ മഹീപതൗ. महिषो नाम राजेन्द्र चकार तप उत्तमं गत्वा हेमगिरौ चोग्रं देवविस्मयकारकं वर्षाणामयुतं पूर्णं चिन्तयन् हृदि देवतां तस्य तुष्टो महाराजा ब्रह्मालोकपितामहः तत्रागत्याब्रवीद्वाक्यं
ഹംസാരൂഢശ്ചതുർമുഖ വരം വരയധർമാത്മൻ ദദാമി തവ വാഞ്ഛിതം. महिष उवाच अमरत्वं देवदेवा वाञ्छामि द्रुहिण प्रभो यथा मृत्युभयं न स्यात् तथा कुरु पितामह. ब्रह्मोवाच उत्पन्नस्य ध्रुवं मृत्युर्ध्रुवं जन्म मृतस्य च सर्वथा मरणोत्पत्ति सर्वेषां प्राणिनां किल. नाश कालेन सर्वेषां प्राणिनां दैत्यपुङ्गव महामहीधराणां च समुद्राणां च सर्वथा एकं स्थानं परित्यज्य मरणस्य महीपते प्रब्रूहि तं वरं साधो यस्ते मनसि वर्तते. हरे महिष उवाच न देवान् मानुषान् दैत्यान् मरणं मे पितामह. पुरुषान्न च मे मृत्युर्योषा मां का हनिष्यति. तस्मान्मे मरणं नूनं कामिन्या कुरु पद्मजा. अबला हन्त मां हन्तुं कथं शक्ता भविष्यति. सर्वत्र देवी नाम संकीर्तनं श्री महादेव्यै नमः. सदा सर्वत्र देवी नाम संकीर्तनं श्री महादेव्यै नमः. अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രാജാവ് പറഞ്ഞു, ജഗദംബ പ്രഭാവത്തെ വിസ്തരിച്ചു പറഞ്ഞല്ലോ. ദേവി ചരിതം കേൾക്കുവാൻ ആഗ്രഹിപ്പു ഞാൻ. ദേവി ഗാഥ കേൾക്കാൻ ആരാണാഗ്രഹിക്കാത്തതു ഭൂവിൽ. ജഗത്താകെ അവളിൽ നിന്നെന്നും അറിഞ്ഞാൽ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, വിസ്തരിച്ചു പറഞ്ഞിടാം ശ്രദ്ധാലുവും ശാന്തനുമാം ഒരുവനോടതു ചൊല്ലാതിരുന്നാൽ തെറ്റ്. മഹീഷൻ ഭരിക്കും കാലം പണ്ടൊരിക്കൽ ദേവന്മാരും അസുരരും തമ്മിൽ ഘോരയുദ്ധം നടന്നു. മഹീഷനോ ഹിമാലയം തന്നിലെത്തി ദേവന്മാരെ മോഹിപ്പിക്കും ഉഗ്രമായ തപം തുടങ്ങി. ഇഷ്ടദേവധ്യാനം ചെയ്തു 10,000 വർഷങ്ങൾ തപം ചെയ്തു സന്തുഷ്ടനാം ബ്രഹ്മദേവനും. ഹംസവാഹനനായി എത്തി മഹീഷനോടു ചോദിച്ചു, വരമെന്തും നൽകുവാനായി വന്നവൻ ഞാനും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മഹിഷം പറഞ്ഞു, അമരത്വം നൽകിയിടണേ പിതാമഹ. ഏതുവിധം
മൃത്യുഭയം ഇല്ലാതാകും വരമേഘണേ. ബ്രഹ്മാവ് പറഞ്ഞു, ജനിച്ചാലോ മരിച്ചിടും, മരിച്ചാലോ ജനിച്ചിടും, ജനിമൃതികൾ ജീവിക്കൂ അനിവാര്യം താൻ. പ്രാണികൾക്കു കാലം കൊണ്ടു നാശമുണ്ടായിടും നൂനം, അദ്രികളും അബ്ധി പോലും നശിക്കും നൂനം. മരണമെന്നുള്ള കാര്യം വിട്ടിടുക, മറ്റെന്താണോ മഹിഷാനി ചോദിക്കുക, നൽകിടാം ഞാനും. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹിഷൻ പറഞ്ഞു, ദേവനര ദൈത്യരെന്നെ കൊല്ലരുത്, ആണിൽ നിന്നും ദൈത്യനായ എന്നെ കൊല്ലാൻ പെണ്ണായാരുണ്ട്. അതുകൊണ്ടു സ്ത്രീയാലെന്റെ മരണം സംഭവിക്കട്ടെ, അബലയാം അവൾക്കെന്നെ കൊല്ലാനാകുമോ? അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 428 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. രാജാവ് ചോദിക്കുകയാണ്, ജനമേജയൻ ചോദിക്കുന്നു, യോഗേശ്വര്യാ പ്രഭാവോയം കഥിതശ്ചാതിവിസ്തരാത് ബ്രൂഹി തച്ചരിതം സ്വാമിൻ ശ്രോതും കൗതൂഹലം മമ. എനിക്ക് വല്ലാത്ത കൗതുകം തോന്നുന്നു. എന്തിനാണ്? ആ ദേവീചരിതം കേൾക്കാൻ. ബ്രൂഹി തച്ചരിതം സ്വാമിൻ. കാരണം യോഗേശ്വരിയായ ജഗദംബികയുടെ പ്രഭാവത്തെക്കുറിച്ച്
വളരെ വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തരുകയുണ്ടായി. മഹാദേവി പ്രഭാവം വൈ ശ്രോതും കോ നാഭിവാഞ്ചതി. ആ മഹാദേവിയുടെ ചരിത്രം കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? കാരണം യോ ജാനാതി ജഗൽ സർവം തതുൽപ്പന്നം ചരാചരം. ആരാണ് ആഗ്രഹിക്കാത്തത്? ചരാചരാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് മുഴുവൻ ആ ദേവിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അറിയുന്നൊരാൾക്ക് പ്രത്യേകിച്ചും കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാവും. ആരാണ് ആഗ്രഹിക്കാത്തത്? വേദവ്യാസം പറഞ്ഞു, ശൃണുരാജൻ പ്രവക്ഷ്യാമി വിസ്തരേണ മഹാമതേ. മഹാമതിയായിരിക്കുന്ന, ബുദ്ധിമാനായിരിക്കുന്ന, മഹാബുദ്ധിമാനായിരിക്കുന്ന രാജാവേ, ഞാനത് വിസ്തരേണ പ്രവക്ഷ്യാമി, വിസ്തരിച്ച് പറഞ്ഞു തരാം. ശ്രദ്ധധാനായ ശാന്തായ ന ബ്രൂയാൽ സതു മന്ദധി. ശ്രദ്ധാലുവും അതേപോലെ തന്നെ ശാന്തനും ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് അത് പറയാതിരിക്കുന്നത് മന്ദധി, മന്ദമായ ധി എന്ന് വെച്ചാൽ ബുദ്ധിശൂന്യതയാണ് എന്ന് ചുരുക്കം. പുരാ യുദ്ധമഭൂദ്ഘോരം ദേവദാനവ സേനയോഹോ പൃഥിവ്യാം പൃഥിവീപാല മഹിഷാഖ്യേ മഹീപതൗ. പണ്ട് മഹിഷൻ എന്നൊരു രാജാവ്, അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും കൂടി അതിഭയങ്കരമായ യുദ്ധം ഉണ്ടായി. യുദ്ധം അഭൂത് ഘോരം, ഘോരമായിരിക്കുന്നൊരു യുദ്ധം ഉണ്ടായി. മഹിഷോ നാമ രാജേന്ദ്ര ചകാര തപ ഉത്തമം. മഹിഷൻ എന്നു പേരുള്ള ആ രാജേന്ദ്രൻ, ആ രാജശ്രേഷ്ഠൻ തപസ് ആരംഭിച്ചു. എങ്ങനെയുള്ള തപസ്സാണ്? ഗത്വാ ഹേമഗിരൗ ചോഗ്രം ദേവവിസ്മയകാരകം. ദേവന്മാരെ പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള തപസ് എവിടെയാണ് ഉണ്ടായത്? ഹേമഗിരൗ, അത് ഹിമാലയത്തിൽ ചെന്നിട്ടാണ് ഈ തപസ് ഈ മഹിഷൻ ചെയ്തത്. വരുഷാണാം അയുധം പൂർണ്ണം ചിന്തയൻ ഹൃദി ദേവതാം. അയുധം വർഷം, അയുധം എന്ന് പറഞ്ഞ 10,000 വർഷക്കാലം ഇഷ്ടദേവതയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തസ്യ തുഷ്ടോ മഹാരാജ ബ്രഹ്മാ ലോകപിതാമഹ. അപ്പോൾ ഇഷ്ടദേവതയെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തപ്പോൾ അതുകൊണ്ട് സന്തുഷ്ടനായി ലോകപിതാമഹനായിരിക്കുന്ന ബ്രഹ്മാവ് തത്രാഗത്യാബ്രവീദ്വാക്യം, അവിടെ വന്ന് ഹംസാരൂഢശ്ചതുർമുഖ, 4 മുഖങ്ങളോടുകൂടി ഹംസത്തിൻ്റെ പുറത്ത് കയറി അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? വരം വരയ ധർമാത്മൻ ദദാമി തവ വാഞ്ചിതം. ധർമാത്മാവേ, അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്ത് വരം വേണമെങ്കിലും, എന്താണോ ആഗ്രഹിക്കുന്നത്, ദദാമി തവ വാഞ്ചിതം, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ നൽകാം. മഹിഷ ഉവാച, മഹിഷ പറഞ്ഞു, അമരത്വം ദേവദേവ വാഞ്ചാമി ദ്രുഹിണ പ്രഭോ. ഹേ ദ്രുഹിണ, ബ്രഹ്മാവേ, ദേവദേവനായിരിക്കുന്ന പിതാമഹ, അമരത്വമാണ് എനിക്ക് വേണ്ടത്. അപ്പോ യഥാ മൃത്യുഭയം നസ്യാൽ തഥാ കുരു പിതാമഹ. എങ്ങനെയാണെങ്കിൽ എനിക്ക് മരണഭയം ഇല്ലാതിരിക്കുമോ അതേപോലെ ഉള്ളൊരു വരം. അപ്പോൾ മരിക്കാതിരിക്കാനുള്ള വരം വേണം എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവ് ഇത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? ഉൽപ്പന്നസ്യ ധ്രുവം മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച. ബ്രഹ്മാവ് പറയുകയാണ്, ജനിച്ചവന് മരണമുണ്ട് എന്നുള്ളത് ധ്രുവം, തീർച്ചയാണ്. അതേപോലെ മരിച്ചവന് ജനനവും ഉണ്ട്. സർവഥാ മരണോത്പത്തി സർവേഷാം പ്രാണിനാക്കില്ല. സകല പ്രാണികൾക്കും എങ്ങനെയും അനിവാര്യമാണ് ഈ ജനന മരണങ്ങൾ, അതില്ലാതിരിക്കാൻ സാധിക്കില്ല. നാശകാലേന സർവേഷാം പ്രാണിനാം ദൈത്യപുങ്കവാം. ഹേ ദൈത്യപുങ്കവ, ദൈത്യശ്രേഷ്ഠ, പ്രാണികൾക്ക്, സകല പ്രാണികൾക്കും നശിക്കുന്നൊരു കാലം കൊണ്ട് നാശമുണ്ടാകും, സംശയമില്ല. മഹാമഹീധരാണാം ച സമുദ്രാണാം ച സർവഥ. ആലോചിച്ചു നോക്കൂ, മഹാദ്രികൾക്ക്, വലിയ പർവ്വതങ്ങൾക്കും മഹാസമുദ്രങ്ങൾക്കും പോലും കാലക്രമേണ എങ്ങനെയായാലും നാശം സംഭവിക്കും. ഏകം സ്ഥാനം പരിത്യജ്യ മരണസ്യ മഹീപതേ. അതുകൊണ്ട് മരിക്കാതിരിക്കണമെന്നുള്ള ചിന്ത ഉപേക്ഷിച്ചോളൂ.
മരണം എന്നുള്ള കാര്യം വിടുക. പ്രബ്രൂഹി തം വരം സാധോ യസ്തേ മനസ്സി വർത്തതേ. അതുകൊണ്ട് മറ്റെന്താണോ അങ്ങയുടെ മനസ്സിലുള്ളത് അത് ചോദിച്ചോളൂ. അല്ലാതെ മരിക്കാതിരിക്കാനുള്ള വരം തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം എനിക്ക് പോലും മരണമുണ്ട്, അല്ലേ? 2 പരാർത്ഥം കഴിഞ്ഞാൽ ബ്രഹ്മാവിനും മരണമുണ്ട് എന്നിരിക്കെ. ഇത് കേട്ടപ്പോൾ മഹിഷൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ന ദേവാൻ മാനുഷാൻ ദൈത്യാൻ മരണം മേ പിതാമഹ. ദേവന്മാരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ദൈത്യന്മാരിൽ നിന്നോ എനിക്ക് മരണം സംഭവിക്കരുത്. പുരുഷാന്ന ചമേ മൃത്യുർ യോഷാമാം കാഹനിഷ്യതി. ആണുങ്ങളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന് എനിക്ക് മരണമുണ്ടാവരുത്. തന്നെയുമല്ല, ഏത് പെൺകുട്ടിക്കാണ്, ഏത് സ്ത്രീക്കാണ് എന്നെ കൊല്ലാനായിട്ട് സാധിക്കുക? അപ്പൊ പുരുഷന്മാരിൽ നിന്ന് മരണമുണ്ടാവരുത്, സ്ത്രീകളിൽ നിന്നായാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് മഹിഷൻ പറയുന്നത്. തസ്മാന്മേ മരണം നൂനം കാമിന്യാ കുരു പത്മജ. അതുകൊണ്ട് പത്മജനായിരിക്കുന്ന ഹേ ബ്രഹ്മദേവ, എനിക്ക് സ്ത്രീ നിമിത്തം മരണം ഉണ്ടായിക്കോട്ടെ. അബലാ ഹന്തമാം ഹന്തും കഥം ശക്താ ഭവിഷ്യതി. അബലയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ബലശാലിയായിരിക്കുന്ന എന്നെ പോലുള്ള ഒരാളെ കൊല്ലാനായിട്ട് സാധിക്കുക? അബലാ ഹന്തമാം ഹന്തും കഥം ശക്താ ഭവിഷ്യതി. അതുകൊണ്ട് ദേവന്മാരോ മനുഷ്യരോ ദൈത്യന്മാരോ, അതിൽ തന്നെ പുരുഷന്മാരിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. മരണമില്ലാതാക്കാൻ ബ്രഹ്മാവിന് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ സൂത്രം പ്രയോഗിക്കുകയാണ് മഹിഷൻ. എന്നിട്ട് പറഞ്ഞു, ഇനി സ്ത്രീകൾ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ, സ്ത്രീകൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവര് അബലകളാണ്, ഞാൻ ബലശാലിയാണ്. അപ്പൊ എന്നെ കൊല്ലാൻ അവർക്ക് സാധിക്കില്ല, അത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് സ്ത്രീകളിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ മരണം സ്വീകരിക്കാം. അപ്പൊ എൻ്റെ മരണം സ്ത്രീ നിമിത്തമായി കൊള്ളട്ടെ എന്ന വരം എനിക്ക് തന്നോളൂ, മറ്റാരും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് ആ മഹിഷൻ പറയുന്നിടത്ത് ബ്രഹ്മാവിൻ്റെ മറുപടിയാണ് നമ്മൾ നാളെ കേൾക്കുക. ഇന്ന് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.